നമ്മൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ എയർ വളരെയധികം പൊല്യൂട്ടഡ് ആണ്. പക്ഷേ നമുക്കതിൽ ജീവിക്കുന്നത് ശീലമായി കഴിഞ്ഞു. വേറൊരു സിറ്റിയിൽ നിന്നും വരുന്നവർ പറയും, ഇവിടെ ലാൻഡ് ചെയ്തത് മുതൽ എനിക്ക് ചുമ തുടങ്ങി. നമ്മൾ പറയും, ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. കാരണം നമുക്ക് ആ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് ശീലമായി കഴിഞ്ഞു. നമുക്കത് ശീലമായി എന്നതുകൊണ്ട് മാത്രം ആ പൊല്യൂഷൻ നമ്മളിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഓരോ ദിവസവും എയർ നമ്മളിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. പുതിയതായ സിറ്റിയിൽ വരുന്നവർക്ക് അത് കാണാനാവുന്നു. സ്ഥിരമായി അവിടെ തന്നെ താമസിക്കുന്നവർക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്നാൽ ആ അന്തരീക്ഷത്തിലും കുറച്ചു പേർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും അസുഖങ്ങൾ ഉണ്ടാകുന്നില്ല. ചിലർക്ക് മാത്രം രോഗങ്ങൾ വരുന്നു. പൊല്യൂട്ടഡ് എയർ ഉണ്ടാക്കിയതാരാണ്? ആ എയർ ക്രിയേറ്റ് ചെയ്തതാരാണ്? എല്ലാവരും ചേർന്നാണ് ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ഇഫക്റ്റ് ആരിലെല്ലാമാണ് ഉണ്ടാവുന്നത്? എല്ലാവരിലും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇതിൽ അസുഖങ്ങൾ വരുന്നത് എത്ര പേർക്ക് മാത്രമാണ്? വളരെ കുറച്ചു പേർക്ക് മാത്രം. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വളരെ സിമ്പിളായ ഒരു മോഡലാണ്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിനെ സ്വന്തം വീട്ടിലും സിറ്റിയിലും സ്വന്തം രാജ്യത്തുമൊക്കെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. മുഴുവൻ പ്ലാനറ്റിലും ഇത് പ്രാവർത്തികമാക്കാവുന്നതാണ്. ഇമോഷണലായി ഈ അന്തരീക്ഷത്തെ പൊല്യൂട്ടഡ് ആക്കിയത് ആരാണ്? നമ്മളാണ്. ഇമോഷണലി പൊല്യൂട്ടഡ് ആക്കിയത് നമ്മളാണ്. ഇതിൻ്റെ ഇഫക്റ്റ് എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് കുറച്ചു പേർക്ക് മാത്രമാണ്. ഇമോഷണൽ പൊല്യൂഷൻ്റെ ഇഫക്റ്റ് നമ്മൾ എല്ലാവരിലും ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയാണ് അറിയാൻ കഴിയുക? ടെൻഷൻ ആവുന്നു, ചിന്തകൾ ഉണ്ടാകുന്നു, ഭയമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഡിസ്റ്റർബൻസും ഇപ്പോൾ നോർമലായത് തന്നെയാണ് ഇഫക്റ്റ് ചെയ്യുന്നതിൻ്റെ അടയാളം. എന്നാൽ ഇതിൽ അസുഖങ്ങൾ ഉണ്ടാവുന്നത് ആർക്കെല്ലാമാണ്? ഇഫക്റ്റ് എല്ലാവരിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അസുഖങ്ങൾ ഉണ്ടാവുന്നത് ആർക്കാണ്? എല്ലാവരും ചേർന്ന് ഈ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നു. ഇഫക്റ്റ് എല്ലാവരിലും ഉണ്ടാകുന്നു. അതിൽ കുറച്ചു പേർക്ക് മാത്രം അസുഖങ്ങൾ വരുന്നു. അസുഖങ്ങൾ വരുന്നത് ആർക്കെല്ലാമാണ്? ദിവസവും രാവിലെ എഴുന്നേറ്റ് പേപ്പർ വായിക്കുമ്പോൾ അതിൽ അവരങ്ങനെ ചെയ്തു, ഇവരങ്ങനെ ചെയ്തു, ആ സ്റ്റുഡൻ്റ് അങ്ങനെ ചെയ്തു, ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇമോഷണലി പൊല്യൂട്ടഡ് എയറിൽ നിന്നും അസുഖങ്ങൾ വന്നവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അസുഖങ്ങൾ വരിക എന്നാൽ നെഗറ്റീവ് ഇപ്പോൾ മനസ്സിൽ മാത്രമല്ല ഉള്ളത്. എഗ്രഷൻ, ഫിയർ, ഇൻസെക്യൂരിറ്റി, ഇതൊക്കെ ഇപ്പോൾ മനസ്സിലും വാക്കുകളിലും മാത്രമല്ല ഉള്ളത്. അതൊക്കെ ഇത്തരത്തിലുള്ള പല പ്രവർത്തികളിലൂടെയും പുറമേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഈ ആളുകൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ആൻഡ് വി വാണ്ട് ദം ടു ചേഞ്ച്. അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെ മാറണം? അതിനായി സർക്കാർ എന്തെങ്കിലും ചെയ്യണം. അവർ ചെയ്യണം, ഇവർ ചെയ്യണം. ഒരിക്കലും ഞാൻ മാറാമെന്ന് ആരും പറയാറില്ല. സൊസൈറ്റിയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഈ മുഴുവൻ ദേശത്തിൻ്റെയും അന്തരീക്ഷത്തെ മാറ്റാനാവുമോ? നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഇസ് ഇറ്റ് പോസിബിൾ? മുഴുവൻ രാജ്യത്തിലെയും ഇമോഷണൽ പൊല്യൂഷനെ ആർക്കെങ്കിലും ചേഞ്ച് ചെയ്യാനാവുമോ? ഇത് ഇമോഷണൽ പൊല്യൂഷനാണ്. ആരാണിത് ക്രിയേറ്റ് ചെയ്തത്? നമ്മളാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ഇത് ആര് ശരിയാക്കും? നമ്മൾ തന്നെ ശരിയാക്കും. വെറുതെ ഒച്ച വയ്ക്കുകയും ഉറക്കെ സംസാരിക്കുകയും വിമർശിക്കുകയും കംപ്ലയിൻറ്റ് ചെയ്യുകയും മറ്റുള്ളവരെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ഈ അന്തരീക്ഷത്തെ പല മടങ്ങ് കൂടുതലായി മലിനമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്ലീൻ ആക്കുകയല്ല ചെയ്യുന്നത്. എന്നിട്ട് ദിവസവും അതേ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഇനി ഇതേ കാര്യത്തെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരും. എല്ലാവരും അവനവൻ്റെ ചെറിയ ചെറിയ വീക്ക്നെസ് കൊണ്ട് വീടിൻ്റെ എനർജിയെ മലിനമാക്കുന്നു. അതിൻ്റെ ഇഫക്റ്റ് ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരിലും ഉണ്ടാവുന്നു. എന്നാൽ വീട്ടിലെ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത്.
അഥവാ ആരെങ്കിലും ഒരാൾ മാത്രം കൂടുതൽ റിയാക്റ്റീവ് ആകുന്നു, കടുത്ത രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ചിലർക്ക് കൂടുതൽ എൻസൈറ്റി ഉണ്ടാവുന്നു, ചിലർ പാനിക് ആവുന്നു. വീടിൻ്റെ അന്തരീക്ഷത്തെ ദൂഷിതമാക്കിയത് എല്ലാവരും ചേർന്നാണ്. ഇഫക്റ്റ് എല്ലാവരിലും ഉണ്ടാവുന്നു. എന്നാൽ ഇതിൽ ഒരാൾക്ക് മാത്രം അസുഖമുണ്ടാകുമ്പോൾ മറ്റുള്ളവരിൽ അതിൻ്റെ ഇഫക്റ്റ് കുറച്ചുകൂടി അധികമാവാൻ തുടങ്ങുന്നു. ഇഫക്റ്റ് അധികമാകുമ്പോൾ വീടിൻ്റെ എനർജി കൂടുതൽ ഡൗൺ ആവാൻ തുടങ്ങും. വീടിൻ്റെ എനർജി കൂടുതൽ ഡൗൺ ആകുമ്പോൾ ഓൾറെഡി അസുഖമുണ്ടായിരുന്ന ആളുടെ അസുഖം കുറച്ചുകൂടി വർദ്ധിക്കാൻ തുടങ്ങുന്നു. ഇനിയും നമ്മൾ ഇതിനെ നേരെയാക്കാനായി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇത് ദിവസങ്ങൾ കഴിയും തോറും എന്തായി മാറും? അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ അത്രയ്ക്ക് ലോ ആയ എനർജിയിലാണ് ജീവിക്കുന്നത്. നമ്മൾ വളരെ ലോ ആയ എനർജിയിലാണ് ജീവിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊരു ഐഡിയയുമില്ല. ആരാധനാലയങ്ങളിലെ എനർജി ചിലർക്ക് ആശ്വാസം നൽകുന്നു, സമാധാനം നൽകുന്നു. അപ്പോൾ പ്രക്ഷുബ്ധമായ എനർജിക്ക് നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കാനുള്ള കഴിവുമുണ്ട്. ശരിയല്ലേ? ശാന്തമായ മനസ്സോടെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നു. എന്നാൽ അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ആകെ അസ്വസ്ഥമാകാൻ തുടങ്ങുന്നു, സമാധാനം ഇല്ലാതാകുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് പ്രയോറിറ്റി നൽകേണ്ട സമയമാണ്. എൻ്റെ വീടിൻ്റെ എനർജി എപ്പോഴും ഹൈ ആയി നിലനിൽക്കണം, ഹൈ ആവണം. വീടിൻ്റെ അകത്തേക്ക് ആര് വന്നാലും, അതിഥികൾ വന്നാലും, ഇവിടേക്ക് വന്നതും എൻ്റെ മനസ്സ് ശാന്തമായി, ഇവിടെ എത്ര നല്ല വൈബ്രേഷനാണ് എന്ന് പറയുന്ന അത്രയധികം ഹൈ ആവണം. ദെൻ വി ഹാവ് അച്ചീവ്ഡ് വാട്ട് വി വാണ്ട്. വീട്ടിലുള്ള ഷോ പീസസിനെയും സാധനങ്ങളെയും ഒക്കെ അവർ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ വൈബ്രേഷനെ അവർ തിരിച്ചറിയണം. പുറമേ കാണുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വളരെയധികം ഫോക്കസ്ഡ് ആവുന്നുണ്ട്. എന്നാൽ പുറമേ കാണാനാവാത്ത കാര്യങ്ങളെ നമ്മൾ പൂർണ്ണമായും ഇഗ്നോർ ചെയ്യുകയാണ് പതിവ്. അവയെ നമ്മൾ പൂർണ്ണമായും അവഗണിക്കുന്നു. നമ്മുടെ മനസ്സ് സന്തോഷമായി ഇരിക്കുന്നില്ലെങ്കിൽ ധാരാളം സുഖസൗകര്യങ്ങളുള്ള ഒരു വീട്ടിൽ പോലും നമുക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ പരസ്പര ബന്ധങ്ങൾ ശക്തമല്ലെങ്കിൽ നമുക്ക് സുഖമായി ഇരിക്കാനാവില്ല. നമ്മുടെ മനസ്സ് സന്തോഷമായി ഇരിക്കുന്നില്ലെങ്കിൽ എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഭാഗമായ മനസ്സിനെ പൂർണ്ണമായും അവഗണിക്കുന്നു. ഇനി ഇതേ കാര്യത്തെ തന്നെ സ്വന്തം ജീവിതത്തിലും ഏറ്റവും പ്രധാന ഭാഗമാക്കി മാറ്റി നോക്കാം. പ്രയോറിറ്റി ഓഫ് ദി ഹൗസ്, പ്രയോറിറ്റി ഓഫ് ദി ഫാമിലി, പ്രയോറിറ്റി ഓഫ് മീ. ഇതൊക്കെ എൻ്റെ ഇമോഷണൽ ഹെൽത്തായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇമോഷണൽ ഹെൽത്തിന് ഇത്രയധികം പ്രാധാന്യമുള്ളത്? കാരണം നമ്മുടെ രാജ്യം ഈ വർഷം ഡിപ്രഷനിൽ നമ്പർ 1 ആണ്. ഇങ്ങനെയാണ് WHO പറയുന്നത്. വെറും ഇമോഷണൽ ഹെൽത്തിൽ നിന്നുപോലും കാര്യങ്ങൾ കൈവിട്ടുപോയി. അതിപ്പോൾ മെൻ്റൽ ഹെൽത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയും നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അടുത്ത 2 വർഷത്തിൽ ഇതിൻ്റെയൊക്കെ കണക്കുകൾ എത്ര മാറും? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇന്ന് 4-ൽ ഒരാൾക്ക് മാത്രമാണ് ഡിപ്രഷൻ ഉള്ളത്. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അടുത്ത 2 വർഷത്തിൽ 2-ൽ ഒരാൾക്കായി മാറും. നമുക്ക് എല്ലാം ലഭിക്കും, പക്ഷേ ഒന്നും എൻജോയ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിനെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കരുത്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ജീവിതം നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകും.